1-2 വാക്ക് മാത്രമൊന്ന് ഓർമ്മിച്ചുകൊണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 8-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. കർത്താവിനും ഒക്കെ വളരെ താല്പര്യപ്പെടുകയും ആ കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ച് പറയുകയും ചെയ്തിട്ടുള്ള അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് ഈ പറയുന്നതിന്റെ സ്ഥാനം. ഈ ശരീരത്തിൽ വിശുദ്ധ ജീവിക്കുന്നവരായ ദൈവമക്കളായ നാം ശരീരം വിട്ടാൽ ആ നിമിഷത്തിൽ കർത്താവിന്റെ അടുത്ത് എത്തുന്നു, കർത്താവിനോടുകൂടെ ആശ്വസിക്കുന്നു. അതാണ് ഈ പറയുന്നതിന്റെ സ്ഥാനം. നമുക്കൊരു പുനരുത്ഥാനം ഉണ്ടാകും, കർത്താവ് വീണ്ടും വരും, അന്ന് നമ്മൾ കർത്താവിലേക്ക് എത്തിച്ചേരും. ആ കാര്യമല്ല ഇവിടെ പറയുന്നത്. എന്റെ ശരീരം എന്ന് വിട്ടാൽ ശരീരം കൂടാതെ ഞാൻ കർത്താവിന്റെ അടുത്തെത്തും. ഈ ജീവിതം അവസാനിക്കുമ്പോൾ, എന്റെ ജീവിതം ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ, ആ പ്രത്യേകമായ നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരീരം വിട്ടാൽ ഉടൻ ഞാൻ കർത്താവിന്റെ അടുത്തെത്തും. നമ്മുടെ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ഈ ശരീരം നമ്മുടെ വീടുകളിൽ ഈ നിമിഷം വരുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അതേ നിമിഷത്തിൽ ഒരു രക്ഷിക്കപ്പെട്ട പൈതൽ എന്നുള്ള നിലയിൽ, കർത്താവ് വിശ്വസിച്ച് ദൈവവൈദ്യനായി തീർന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ശരീരം വിട്ട ആ നിമിഷത്തിൽ കർത്താവിന്റെ അടുത്തെത്തി അവരിപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു. അതാണ് ഒരു ദൈവവൈദ്യത്തെ മരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാനും ആശ്വസിക്കുവാനും കഴിയുന്നത്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ സമയത്ത് പ്രിയപ്പെട്ടവർ കർത്താവിന്റെ അടുത്തെത്തി അവരിപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു എന്ന് പറയത്തക്ക ആ അനുഭവത്തിൽ വാസ്തവത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ആശ്വസിക്കുന്നു. പ്രാണനാഥനായ കർത്താവിനെ കണ്ട് അവന്റെ മുഖം കണ്ട് ആശ്വസിക്കുന്നു, സന്തോഷിക്കുന്നു. തനിക്ക് മുമ്പ് വിട്ടുപിരിഞ്ഞു പോയ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു, ആശ്വസിക്കുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ മരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർമ്മിച്ചതുപോലെ നമുക്ക് വാസ്തവത്തിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രമോഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാസ്തവത്തിൽ അഭിനന്ദിക്കാനാണ് അവകാശമുള്ളത്. ആ പദവിയിലേക്ക് പ്രിയപ്പെട്ടവർ കടന്നുപോയിരിക്കുകയാണ്. എല്ലാവരുടെ അപ്പോസ്തലൻ ഓർമ്മിക്കുന്ന ആ വിഷയം പ്രത്യേക ഒരു കാര്യം കൂടെ നമ്മെ ഓർമ്മിക്കുകയാണ്. ഒരു ദൈവപൈതൽ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വളരെ തെളിവായ അപ്പോസ്തലൻ ഇതേ കാര്യം ഫിലോമോന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവപൈതൽ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 1, അവൻ ഒരു വിട്ടുപിരിയലുണ്ടാകുന്നു. 2, അപ്പോൾ തന്നെ ഒരു കൂടിച്ചേരലുണ്ടാകുന്നു. ബന്ധുജനങ്ങൾ വിടുന്നു, വീടിനെ വിടുന്നു, സഭയെ കൂട്ടാളികൾ വിശ്വസിക്കുന്നു, പ്രിയപ്പെട്ടവരെ വിടുന്നു. ആ നിമിഷത്തിൽ തന്നെ പ്രാണനാഥനായ കർത്താവിനോടും 1000 വിശുദ്ധന്മാരോടും കൂടെ ഒരുമിച്ച് ചേരുന്നു. ഒരു വേർപാടും ഒരു കൂടിച്ചേരലുമാണ് ആ നിമിഷത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ താൻ പറയുകയുണ്ടായി, താൻ പറഞ്ഞ ജീവിച്ചതിന് എന്നിൽ വിശ്വസിക്കുന്നവനായും ഒരു നാളും മരിക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ പ്രിയപ്പെട്ട യോഹന്നാൻ സാർ മരിച്ചുപോയി എന്ന് നമ്മൾ പറയും. എന്നാൽ കർത്താവിന്റെ വാക്കിൽ ജീവിച്ചതിന് എന്നിൽ വിശ്വസിക്കുന്നവനായും ഒരു നാളും മരിക്കയില്ല. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ മരിച്ചിട്ടില്ല. തന്റെ ആ ശരീരം ഉറങ്ങുന്നു. ശരീരം മാത്രമാണ് ഉറങ്ങുന്നത്, ആത്മാവ് ഉറങ്ങുന്നില്ല. ആത്മാവ് ശരീരം കൊണ്ട് കർത്താവിന്റെ അടുക്കൽ ആശ്വസിക്കുകയാണ്, സന്തോഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവിച്ചതിന് വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ബാല്യകാലത്ത് തന്നെ രക്ഷിക്കപ്പെട്ട് ഈ കഴിഞ്ഞ 87 വർഷാകുന്നതുപോലെ ജീവിച്ച ഈ ദൈവത്തിന്റെ ദാസൻ ജീവകാലത്ത് കർത്താവിൽ വിശ്വസിച്ച ഒരു ദൈവവൈദ്യനാണ്. അതുകൊണ്ട് തനിക്ക് മരണം
കർത്താവിന്റെ മുഖം കാണും, ആശ്വസിക്കും. ആ വലിയ പ്രത്യാശ എനിക്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്, എന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ബന്ധുജനങ്ങൾക്കും ആ വലിയ പ്രത്യാശയുണ്ട്. കാരണം ധരിക്കും, മരിച്ചവർ ചിലർക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുന്നവർക്കും എവരോ ശക്തിക്കുന്ന രക്ഷിക്കപ്പെട്ടവരും അവരോട് കൂടെ നേടിയ നേരത്തിനുള്ളിൽ അവരുടെ അടുത്തെത്തും. പിന്നെ നാം ഒരിക്കലും വേറുകയില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ആ പ്രത്യാശയോടുകൂടിയും ആ വലിയ കാഴ്ചയോടുകൂടിയും താൽക്കാലികമായി പ്രിയപ്പെട്ടവന് മൃതശരീരത്തിന് നമുക്ക് യാത്ര പറയാം. കർത്താവിന്റെ ആ വരവിന്റെ നാളിൽ ഞാൻ നിങ്ങളും പ്രിയപ്പെട്ടവരും ഒരുമിച്ച് രക്ഷിക്കപ്പെട്ട സകലത്തെ ഒരുമിച്ച് കാണുവാൻ വരും. എന്നാൽ ആത്മവരെയും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ എന്നേക്കുമായി കരുതപ്പെട്ടവരായി അവർ മാറ്റപ്പെടുവാൻ വരും. അത് വരാതിരിക്കേണ്ടതിന് ഇന്നേ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ രക്ഷിക്കപ്പെടുക, പ്രത്യാശയോടുകൂടെ നമുക്ക് കടന്നു പോകാം. പ്രിയപ്പെട്ടവനെ, ഏറെ താമസിയാതെ നമുക്ക് കാണാം. അവന്റെ വരവ് ഏകദേശം അടുത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. ദൈവനാമത്തിന് നമ്മോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുവാൻ കർത്താവിന്റെ പ്രസാദത്തോടെ ഇന്നത് മാത്രമേ പരിപാടി കൊണ്ടുവരികയുള്ളൂ. ഇതിന്റെ കൃത്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ മനസ്സിലേക്ക് കടന്നു പോകുന്ന ചില മക്കളെന്ന നിലയിൽ ചില ബാല്യകാലസ്ഥാനങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അത് കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചില ഒന്ന് രണ്ട് സംഭവങ്ങൾ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതിലൊന്ന്, നിങ്ങളെല്ലാവർക്കും അറിയാം, ചില അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ ഗൗരവത തന്റെ ജീവിതത്തിലുടനീളം ഞങ്ങൾ കാണുവാൻ സാധിച്ചു. മക്കളെന്ന നിലയിൽ ഒരു പിതാവിന്റെ പക്കൽ നിന്ന് എപ്രകാരം സ്നേഹം ലഭിക്കണമോ അങ്ങനെയുള്ളൊരു സ്നേഹം ബാഹ്യമായിട്ടുള്ള പ്രകടനത്തിലൂടെ പലപ്പോഴും വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കാവുന്നത്. എന്നാൽ മാനസിക രാഷ്ട്രീയമായിരിക്കുന്ന ഉള്ളിൽ ആ സ്നേഹം പലപ്പോഴും പ്രകടമാക്കിയിരുന്നു എന്ന് കാണാതെ കൊണ്ട് കഴിയുന്നത്. അധ്യാപക നിലയിലായിരുന്നതുകൊണ്ട് വളരെ ചിട്ടയായി ക്രമീകൃതമായി എല്ലാ കാര്യങ്ങളും നടത്തുവാണെന്ന് വളരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു ദിവസം താൻ തന്റെ ഔദ്യോഗിക